Good morning, all. Good morning. Good morning. Okay, നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അറിയാം പേഷ്യൻസിന്റെ അക്കമ്പനിങ് ദ പേഷ്യൻസ് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ 3 ലെവൽ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2 ലെവൽ 3 അല്ലെ. അപ്പൊ ലെവൽ 0 എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരുന്നു? ലെവൽ 0 പെട്ടെന്ന് തന്നെ ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. ലെവൽ 0 പേഷ്യൻസ് എങ്ങനെയാണ് ലെവൽ 0 പേഷ്യന്റ് എന്ന് പറയുന്നത്? നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. വലിയ ബുദ്ധിമുട്ടുകളോ ക്രിട്ടിക്കൽ ആയിട്ടല്ല അല്ലെ. ലെവൽ 1-ലാണെങ്കിലോ ലെവൽ 1 കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായില്ലേ? ലെവൽ 1 ഡിറ്റേറ്ററിങ് കണ്ടീഷൻ ആണ് അല്ലെ. അതായത് എന്താണ്? പോകുന്ന വഴിക്ക് എന്തെങ്കിലും വഷളാകുന്ന സിറ്റുവേഷൻസ് അല്ലെ. ക്രിട്ടിക്കൽ തന്നെയാണ്. ലെവൽ 2-ലാണെങ്കിലോ എത്ര ഓർഗൻ ആണ് ഫെയിലിയർ ആയിട്ടുള്ളത്? ലെവൽ 2 1 organ, single organ അല്ലെ. then level 3-ലോ failure of 2 organs. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാട്ടോ. ഓക്കെ, then നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലുള്ള എന്തൊക്കെ എക്യുപ്മെന്റ്സും അതുപോലെ ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ് അല്ലെ. ഏതൊക്കെ മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സുകളും മറ്റ് മോണിറ്ററിങ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ മോണിറ്ററിങ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, പോയിന്റ് ആണ് കേട്ടോ. മനസ്സിലാക്കിയത് വായിക്കേണ്ടത് ഏരിയയാണ്. സിമ്പിൾ ആണ്, മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ് ഈസ് കമ്പൽസറി ഫോർ transfer of all patients with level 1, 2 and 3 critical care needs. അപ്പോ നമ്മൾ പറഞ്ഞു ലെവൽ 0 എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പേഷ്യന്റ് ആണ് അല്ലെ. ലെവൽ 1, 2, 3 കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഓർഗൻസ് ഒക്കെ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ അതിനാൽ എന്ത് വേണം? പേഷ്യൻസിനെ ലെവൽ 1-ലും ലെവൽ 2-ലും ലെവൽ 3-ലും ഉള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രൊവിഷൻ ഓഫ് ലൈഫ് സേവിംഗ് ഡ്രഗ്, ജീവൻ രക്ഷിക്കാനായിട്ടുള്ള മെഡിസിനുകൾ കമ്പൽസറി ആയിട്ട് ട്രാൻസ്ഫർ ടൈമിൽ കൊണ്ടുപോയിരിക്കണം. ഓക്കെ, 0-ന് വേണ്ട, കാരണം 0 വലിയ നോർമൽ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പേഷ്യൻസ് ആണ്. 1-ലും 2-ലും 3-ലും ലെവലിൽ വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ടും ആവശ്യമുള്ള, അതായത് ജീവൻ രക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിസിൻസുകളും ലഭ്യമായിരിക്കണം. ആ പോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിലുള്ള ഈ മെഡിസിൻസുകൾ കയ്യിലുണ്ടായിരിക്കാം. The transfer ambulance should be prepared with all drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring, resuscitation. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന ആംബുലൻസ്, നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഡ്രഗ്സ് ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള മെഡിസിൻസുകൾ ഉണ്ടായിരിക്കാം. then devices needed for airway operation അല്ലെ. എയർവേ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയാണ് അതിന്റെ എക്യുപ്മെന്റ്സുകൾ? ട്യൂബ് പേഷ്യൻസിന്റെ ട്യൂബ് ഒക്കെ ഇടുന്ന എക്യുപ്മെന്റ്സുകൾ. then oxygenation, ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടായിരിക്കാം. then ventilation, ചിലപ്പോ വെന്റിലേറ്റർ മീൻസ് മാസ്ക് ഒക്കെ വെച്ച് കൊണ്ടുപോകുന്ന പേഷ്യൻസ് ഉണ്ടാകാം അല്ലെ. അപ്പൊ വെന്റിലേഷൻസ് ഉണ്ടായിരിക്കാം. then hemodynamic monitoring and resuscitation. അതായത് ഹിമോഡൈനാമിക് എന്ന് വെച്ചാൽ എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഹിമോഡൈനാമിക് എന്തായിരുന്നു? എന്തുമായിട്ടാണ് റിലേറ്റഡ്? ഹീമോഡൈനാമിക് ബ്ലഡുമായിട്ടാണ് അല്ലെ. അപ്പൊ നമ്മളുടെ രക്തത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? റിസസിറ്റേഷൻ. എന്താ റിസസിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജീവൻ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ഉപകരണം ഏതാണ്? പെട്ടെന്ന് തന്നെ ശ്വാസം നിലക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡിഫിബ്രിലേറ്റർ ഒക്കെ ഇല്ലേ, ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? മീൻസ് നമ്മള് ഇതുപോലെ ശ്വാസം പെട്ടെന്ന് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും മറ്റും നമ്മളുടെ ചെസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളുടെ ആശ്വാസത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് ഡിഫിബ്രിലേറ്റർ അല്ലെ.
ഇതാണ് റെസിസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനം. നമ്മുടെ ജീവൻ വീണ്ടും നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. ഇത്രയും കാര്യങ്ങള് ലെവൽ 1, 2 and 3 പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ ഒരു ആംബുലൻസ്, ഏത് ആംബുലൻസിലാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഇത്തരത്തിലുള്ള ഡിവൈസസുകൾ നിർബന്ധമായിരിക്കണം. ആ പേഷ്യൻസിന്റെ ആവശ്യത്തിനുള്ള മെഡിസിൻസുകൾ ലഭ്യമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 പോയിന്റ് കഴിഞ്ഞിട്ട് ഞാൻ വായിപ്പിക്കാം. Then second one, all the inspection needs to conformed before beginning of transfer together with the starting of infusion drug. In the infusion drugs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് അതായത് സഡേറ്റീവ് ഡ്രഗ്സ് തന്നെയാണ്. അതായത് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ, അല്ലെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പേഷ്യൻസിന് ചിലപ്പോൾ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇൻഫ്യൂഷൻ ഡ്രഗ്സ് കൊടുക്കുക? നമ്മൾ പറയില്ലേ സഡേറ്റീവ് ആണെന്ന്. എന്തുകൊണ്ടാണ് സഡേറ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു രോഗി ഒരു മയക്കത്തിലോട്ട് വരിക, അല്ലെ, ചിലപ്പോൾ വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സഡേറ്റീവ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും, അല്ലെ. അപ്പൊ ചിലപ്പോ ആ ഒരു മയക്കത്തില് മീൻസ് ഭയങ്കര വേദന ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ മയക്കത്തിൽ എന്താണ് പേഷ്യന്റ് ഉറങ്ങിപ്പോകും, അല്ലെ, ഒരു മയക്കത്തിലോട്ടായി പോകും. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആള് മയക്കത്തിലായിരിക്കും. ഇതാണ് ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ നൽകുന്നു. അതായത് പേഷ്യൻസിന് നമ്മൾ എത്തിക്കണമല്ലോ, അപ്പൊ അതുവരെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ ആള് സഡേറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ നൽകുന്നു. Then the drugs required for patient transfer involve, ഇനി ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ട ഡ്രഗ്സുകൾ, നമ്മൾ കരുതിയിരിക്കേണ്ട ഡ്രഗ്സുകൾ ഏതൊക്കെയാണ്? മെഡിസിൻസുകൾ. ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകണം ഈ ഡ്രഗ്സുകളുടെ പേരുകളെ. The drug required for patient transfer, ഒരു പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ടൈമിൽ നമ്മൾ കരുതി വെക്കേണ്ട, അതായത് ആംബുലൻസിൽ കരുതി വെക്കേണ്ട മെഡിസിൻസുകൾ എന്തൊക്കെയാണെന്ന് മെഡിസിൻസിന്റെ ജസ്റ്റ് പേരുകളാണ് കേട്ടോ. ഇൻവോൾവ് മസിൽ റിലാക്സൻസ്. മസിൽ റിലാക്സൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മുടെ മസിൽസ് ഒക്കെ വേദനകളും ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ റിലാക്സൻസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസുകൾ, വേദന സംഹാരി പോലെയുള്ളത്. സഡേറ്റീവ് മെഡിസിൻസുകൾ, പെയിൻ കില്ലേഴ്സ്, അത് തന്നെ വേദന സംഹാരി. ഒക്കെ മലയാളത്തിൽ പറഞ്ഞതുള്ളൂ കേട്ടോ. മീൻസ് കൈകാല വേദന അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള പെയിൻ കില്ലേഴ്സ് കരുതിയിരിക്കണം. സഡേറ്റീവ്സ്. സഡേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ആ വേദനയൊക്കെ കുറഞ്ഞ ഒരു മയക്കത്തിലോട്ട് കൊണ്ടുപോകാനുള്ള സഡേറ്റീവ് മെഡിസിൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ അനലജസിസ്. അനലജസിസ് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് തന്നെയാണ് കേട്ടോ. അനലജസിസ് എന്ന് പറഞ്ഞാലും പെയിൻ കില്ലർ തന്നെയാണ്, വേദന സംഹാരിയാണ്. അയനോട്രോപ്സ്. അയനോട്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? BP-യുടെ ഒക്കെ ഒരു മെഡിസിൻ ആണ്. അതായത് പെട്ടെന്ന് പേഷ്യന്റിന് ലോ BP ഒക്കെ ആയി പോകാം, അല്ലെ, പോകുന്ന ടൈമില് ഇപ്പൊ BP-യിലൊക്കെ ചേഞ്ച് ഒക്കെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ആള് ചിലപ്പോ എന്താണ് വഷളാകുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പൊ അയനോട്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP ലെവലൊക്കെ താഴ്ന്നു പോകുമ്പോഴൊക്കെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. ഓക്കെ, ഇത്രയും മെഡിസിൻസ് ആണ് അത്യാവശ്യം നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആംബുലൻസിൽ കരുതിയിരിക്കേണ്ടവ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. ജസ്റ്റ് എന്തൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മൾ കരുതിയിരിക്കേണ്ട മെഡിസിൻസുകൾ. ഓക്കെ, then the person, അപ്പൊ ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കാം. The drugs required for patient transfer involve muscle relaxants, sedatives, analgesics, inotrops and resuscitation drugs. പുനരുജ്ജീവനത്തിനുള്ള മരുന്നുകൾ. അതായത് പെട്ടെന്ന് തന്നെ ആന്റിബയോട്ടിക്സിനേക്കാൾ നല്ല പവറുള്ള പെട്ടെന്ന് തന്നെ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള മെഡിസിൻസുകൾ. ഓക്കെ, the person responsible to patient transfer should assure correct supply of these emergency drugs. Some of these drugs may be needed to be prepared in pre-filled syringes before the transfer. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ മെഡിസിൻസുകൾ നമ്മൾ കൊണ്ടുപോയിരിക്കണം. The person responsible to patient transfer, പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ കൂടി ഉണ്ടാകുമല്ലോ, ആ പേഴ്സൺസിന്റെ ഉത്തരവാദിത്തമാണ് ഈ മെഡിസിൻസുകൾ, എമർജൻസി ആയിട്ടുള്ള ഈ മെഡിസിൻസുകൾ സപ്ലൈ ചെയ്യുക എന്നത്. സപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ കൊണ്ടുപോകുന്ന വാഹനത്തിലേക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത് ആ പേഷ്യന്റിനെ അക്കംപൈൻ ചെയ്യുന്ന പേഴ്സന്റെ ഉത്തരവാദിത്തമാണ്. Some of these drugs may be needed to be prepared in pre-filled syringes.
ചില മെഡിസിൻസുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ വേദന സംഹാരിയും അങ്ങനെയുള്ള സെഡേറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന് മുൻപായിട്ട് തന്നെ സിറഞ്ചിലൊക്കെ പ്രീഫിൽ ചെയ്ത് നിറച്ചിരിക്കണം എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പെട്ടെന്ന് പോകുന്ന വഴിക്ക് പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് മെഡിസിൻ എടുക്കാനൊന്നും ടൈം കിട്ടില്ല. സോ അതിക്ക് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രീഫിൽ ചെയ്ത് വെക്കുക, സിറഞ്ചിൽ മെഡിസിൻസ് ഒക്കെ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ അത്രയും എന്താ പറയാ, ഒരു പ്രീ പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ വെൽ കെയർ ഭയങ്കരമായിട്ടൊരു അവരുടെ സുരക്ഷയ്ക്കും അല്ലെ സേഫ് ആയിട്ടുമാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, അപ്പൊ പ്രീഫിൽ ചെയ്ത് വെക്കുക, പിന്നെ ആവശ്യത്തിനുള്ള മെഡിസിൻസുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് വായിച്ചു നോക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, അത് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 2 പോയിന്റ് വായിച്ചോ? ക്ലിയർ ആണല്ലോ? ഇനി 3ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. 3ാമത്തെ പോയിന്റ് നോക്കാം. The minimal standard of inspection suggested for a patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. അല്ലെ? അതായത് the minimal standard of inspection, കുറഞ്ഞത്, അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറഞ്ഞ കുറച്ച് പരിശോധനകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന്. നമ്മൾ പോകുന്ന ടൈമിൽ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ, ECG. എന്താണ് ECGയിലൂടെ നമ്മൾ നോക്കുന്നത്? ECG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അളക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത്? ECG, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, ECGയിലൂടെ നമ്മൾ ഹാർട്ടിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വ്യതിയാനങ്ങളാണ് നമ്മൾ ഹാർട്ട് റിതം അല്ലെ, ഹൃദയത്തിന്റെ താളം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വ്യതിയാനങ്ങൾ, അതാണ് നമ്മൾ ECGയിലൂടെ നോക്കുന്നത്. സോ ഒരു ECG ഉണ്ടായിരിക്കണം, ECG നമ്മൾ മോണിറ്റർ ചെയ്യണം. ദെൻ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. നോൺ ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആക്രമണകരമല്ലാത്ത ഒരു ബ്ലഡ് പ്രഷർ. അപ്പൊ BP ചെക്ക് ചെയ്തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BP ലോ ആവുകയാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ കരുതിയിരിക്കണം എന്ന്. സോ BP ചെക്ക് ചെയ്തിരിക്കണം. ദെൻ ECG നോക്കാം. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്, നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ നമ്മളെല്ലാവരും ശരീരത്തിൽ ഓക്സിജൻ ലെവൽ ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു കൃത്യമായിട്ട് ഓക്സിജൻ ലെവൽ ബാലൻസ് ചെയ്ത് നിൽക്കണം. അതിൽ കൂടാനും പാടില്ല, അതിൽ ഒരുപാട് കുറയാനും പാടില്ല. എത്രയാണ് ഓക്സിജൻ മീൻസ് റേറ്റ് എത്രയായിരുന്നു? അറിയാലോ എല്ലാവർക്കും. 96 to 100 ആണ് നോർമൽ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് പഠിച്ചിരിക്കുന്നു കേട്ടോ. അത് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 96 ആണ്. സോ അപ്പൊ ഓക്സിജന്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചെക്ക് ചെയ്യുക. കാരണം 96ൽ കുറവാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ആൻഡ് ടെമ്പറേച്ചർ, നമ്മളുടെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ഇത്രയും കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു അത്യാവശ്യത്തിന് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ the non-invasive blood pressure may be notably affected by the motion artifacts. So it may be cautioned to use invasive blood pressure inspection in a selected subset of patient. അതായത് സിമ്പിൾ ആണ്, ചിലപ്പോ കുറച്ച് വളച്ചൊടിച്ച് പറഞ്ഞേക്കുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ നോട്ടബിളി അഫക്റ്റഡ് ബൈ ദ മോഷൻ ആർട്ടിഫാക്ട്സ്. എന്ത് മോഷൻ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചലനങ്ങള് അല്ലെ. അതായത് നമ്മള് മൂവ്മെന്റ്സ്, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻസിനെയും കൊണ്ട്. സോ വണ്ടി ട്രാവൽ മീൻസ് മൂവ്മെന്റ് ആണ്. സോ ഈ മൂവ്മെന്റിൽ നമ്മൾ ചിലപ്പോ ചെയ്യുമ്പോൾ, അതായത് BP നോക്കുന്നത് എങ്ങനെയാണ്? BP ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മള് എനിക്ക് നിന്നുകൊണ്ടാണോ BP ചെക്ക് ചെയ്യാറ്, അല്ലെങ്കിൽ കിടന്നുകൊണ്ട്? BP ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട്? എങ്ങനെയാ BP കറക്റ്റ് നമുക്ക് കൃത്യമായിട്ടുള്ള? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെ BP ചെക്ക്? ഇരുന്നുകൊണ്ടാണ്. ഓക്കെ, ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ?
പൊസിഷൻ ഉണ്ടോ അതിന്? BPR apparatus വെച്ച് നോക്കും നമ്മൾ. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റലിലാകുമ്പോൾ നമ്മളുടെ കയ്യില് നമ്മൾ ആ BP ചെക്ക് ചെയ്യുന്നത് മീൻസ് അത് കവർ ചെയ്തിട്ട് കയ്യിലാണ്. ഓക്കെ, കൈ നമ്മൾ എങ്ങനെയാണ് കൈ നീട്ടി വെച്ചിട്ട് ഒരു ടേബിളുമ്മയാണ് കൈ വെക്കുന്നത് അല്ലെ? കൈ റെസ്റ്റ് ആക്കി വെച്ചിട്ട് ടേബിളുമ്മയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അവിടെ മൂവ്മെന്റ്സ് ഒന്നും പാടില്ല. മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ BPയിലെ ലെവലില് വ്യത്യാസങ്ങൾ കാണിക്കും, ചേഞ്ചസ് ഉണ്ടാകും. സോ ഇവിടെ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. The non-invasive blood pressure may be notably affected by motion artifacts. മോഷൻ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സുകൾ ഉണ്ടാകുന്നു, മീൻസ് ചലനങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റ്. സോ ആ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നോക്കുമ്പോൾ മോഷൻ മീൻസ് ചലനങ്ങൾ, ആർട്ടിഫാക്ട്സ് മീൻസ് ചലനങ്ങൾ വരുമ്പോൾ അനങ്ങും. അങ്ങോട്ട് ഇങ്ങോട്ട് കൈ ഒരേ പൊസിഷൻ ആയിരിക്കില്ല, മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റ് അല്ലെ? അപ്പോ അതിനാൽ എന്ത് പറ്റും, നമ്മൾക്ക് അതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ആകില്ല നമുക്ക് ലഭിക്കുന്ന ആ ഒരു അളവുകളും അതുപോലെ ഇമേജസുകൾ. ഇപ്പൊ നമ്മള് ECG ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ നമ്മള് ട്രാവൽ ചെയ്തുകൊണ്ട് പേഷ്യന്റിന് കൈ മൂവ്മെന്റ് ചെയ്യലാണ് പേഷ്യന്റ്. സോ ECGയുടെ ഇമേജസ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ BP നോക്കുന്നതൊന്നും കറക്റ്റ് ആകില്ല. കാരണം എന്താണ്, മൂവ്മെന്റ് ചെയ്യുന്നതാണ് അല്ലെ? അതിനാൽ അത് കറക്റ്റ് ആകില്ല. സോ ഇറ്റ് മേ ബി കോഷൻ ടു യൂസ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഇൻ എ സെലക്ടീവ് സബ്സെറ്റ് ഓഫ് പേഷ്യന്റ്. അതിനാൽ എന്ത് വേണം, കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യുവാൻ. ECG ഒക്കെ നോക്കാനും അതോടൊപ്പം തന്നെ BP ഒക്കെ ചെക്ക് ചെയ്യാനും വളരെ ശ്രദ്ധയോട് കൂടി ചെയ്താൽ മാത്രമേ അതിന്റെ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള അളവ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആണോ ഇപ്പോ പോയിന്റ്? വേറെ ഒന്നുമില്ല. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മൂവ്മെന്റ് ചെയ്യുകയാണ്, ബോഡി മൂവ്മെന്റ് ചെയ്യുന്നല്ലേ. ബോഡി മൂവ്മെന്റ് ചെയ്യുമ്പോൾ BP നോക്കിയാലും ECG ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ വേരിയേഷൻസ് ഒക്കെ കാണിക്കും, കറക്റ്റ് ആകില്ല. സോ അത് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ട്രാൻസ്ഫർ ചെയ്ത ടൈമിൽ ചെയ്യുക. എത്രയും പറയുന്നുള്ളൂ അവിടെ. ദെൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ECGയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷനും ടെമ്പറേച്ചറും പേഷ്യൻസിന് നോക്കിയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാമല്ലോ. ഇത് വായിക്കാം കേട്ടോ. 2 പോയിന്റ് കൂടി ഉള്ളൂ. Next one, all the inspection equipment should be secured accurately and should be placed below the level of patient for uninterrupted inspection. അപ്പോ നമ്മൾ പറഞ്ഞു നമ്മൾ പോകുന്ന ആംബുലൻസിൽ, പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസിൽ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സുകളെല്ലാം ഉണ്ടായിരിക്കണം. Then placed at below the level of patient. ഈ എക്യുപ്മെന്റുകളൊക്കെ സ്ഥാപിക്കേണ്ടത് വണ്ടിക്കുള്ളിൽ എക്യുപ്മെന്റുകൾ വെക്കുമല്ലോ, ഇത് പേഷ്യൻസിന്റെ ബിലോ ദ ലെവൽ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റ് കിടക്കുന്നതിന് താഴേക്കായിട്ടായിരിക്കണം. പേഷ്യന്റിന് ഇന്ററപ്റ്റ് ആകുന്ന രീതിയിൽ ആകാൻ പാടില്ല. ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആക്കാൻ പാടില്ല എക്യുപ്മെന്റ്സുകൾ ബിലോ ദ പേഷ്യൻസ്. അതായത് പേഷ്യന്റ് കിടക്കുന്നതിന് താഴെയായിട്ട് വേണം സെറ്റിംഗ്സ് ചെയ്തിരിക്കുവാൻ. The electrical devices must be functional on battery power with the provision of extra batteries during transfer. അതോടൊപ്പം തന്നെ ഇപ്പൊ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ BP നോക്കുന്നതൊക്കെ BP apparatus ഒക്കെ ബാറ്ററി ലെവൽ ആണല്ലോ. സോ അങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി പവർ ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്യുക. ദെൻ എക്സ്ട്രാ ബാറ്ററി കൂടി കരുതിയിരിക്കുക. ഓക്കെ, നമുക്ക് ആ സമയത്ത് വണ്ടി നിർത്തി ബാറ്ററി വാങ്ങിക്കാൻ ഷോപ്പിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, കുറച്ചും കൂടി കെയറോട് കൂടിയിട്ട് തന്നെ എന്ത് വേണം, ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? 4ാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. എക്യുപ്മെന്റ്സുകൾ പേഷ്യൻസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ താഴെ വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബാറ്ററി നമ്മുടെ കയ്യിൽ കരുതിയിരിക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. Patients on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with the tidal volume, airway pressure, inspiratory expiratory ratio, then inspired oxygen fraction and respiratory rate. Okay, അപ്പോ എന്താണ് പറയുന്നത്, ഇനി പേഷ്യന്റ് ഇപ്പോ വെന്റിലേറ്ററിലാണെന്ന് ഇരിക്കട്ടെ. അപ്പോ നമ്മൾ ആ വെന്റിലേറ്ററിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കണം. അതായത് വെന്റിലേറ്റർ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ICU ആംബുലൻസ്, വെന്റിലേറ്റർ ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? റോഡിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ICU ആംബുലൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ICU എഴുതിക്കുന്ന ആംബുലൻസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് വെന്റിലേറ്റർ ആംബുലൻസ്. അതായത് ഒരു ഹോസ്പിറ്റലില് വെന്റിലേറ്റർ എന്ന് പറയുന്ന റൂം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സോ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് നമ്മൾ ഈ വെന്റിലേറ്ററിൽ നിന്നും സെയിം ആ ഒരു വെന്റിലേറ്റർ പോലെ തന്നെ നമ്മൾ ഒരു വെന്റിലേറ്റർ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഈ വെന്റിലേറ്റർ ആംബുലൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നോക്കാം. അലാംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാറംസ് മോണിറ്ററിംഗ് പോലെ ചെയ്യുന്നത്. അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം, ദെൻ എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. അതായത് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി അറിയാലോ, നമ്മുടെ ഈ പേഷ്യന്റിന്റെ ശ്വസന നിരക്കൊക്കെ അടയാളപ്പെടുത്തുന്നത്. മറ്റേ ഗ്ലാസ്ഗോ ഒക്കെ പറഞ്ഞില്ലേ നമ്മള്, GCS ഓർമ്മയുണ്ടോ? GCS ഓർമ്മയുണ്ടോ? മറന്നുപോയോ? അതുപോലെ നമ്മുടെ ശ്വസന നിരക്കുകളൊക്കെ അറിയുന്ന ഉപകരണങ്ങൾ വേണം. അതുപോലെ തന്നെ ടൈഡൽ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അലാംസ് അടിക്കൂലേ നമ്മള്, അലാംസ് വിത്ത് ടൈഡൽ വോളിയം. അതായത് ബീപ്പ് സൗണ്ട് ഒക്കെ കേൾക്കൂലേ നമ്മള്, നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ പേഷ്യന്റിന്റെ മോണിറ്റർ ചെയ്ത വേവ് ലെങ്ത് പോലെ പോയിട്ട് ഇങ്ങനെ ബീപ്പ് അടിക്കും, ബീപ്പ് സൗണ്ട്. ഓക്കെ, അതാണ് ഈ ടൈഡൽ വോളിയം ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, അലാംസുകളൊക്കെ അടിക്കുന്ന ആ ഒരു സൗകര്യം മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ദെൻ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി ശ്വസന നിരക്കുകളൊക്കെ നോക്കണം. എയർവേ പ്രഷർ, ട്യൂബുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ദെൻ ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. ഓക്സിജൻ ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ്, ഓക്സിജന്റെ റേറ്റുകളും കാര്യങ്ങളും. ദെൻ റെസ്പിറേറ്ററി ശ്വസനം മീൻസ് ഓക്സിജൻ ലെവല് അല്ലെങ്കിൽ നമ്മളുടെ പൾസ് ശ്വസനമൊക്കെ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ലാസ്റ്റ് രണ്ടെണ്ണം വായിച്ചു നോക്കാം. ക്ലിയർ ആണ് എക്യുപ്മെന്റ്സ്? ഓക്കെ ആണോ എല്ലാവർക്കും? വായിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. സ്പെഷ്യൽ കൺസിഡറേഷൻ. If the patient requires an ambulance to take him another facility, make arrangement for transportation with the Social Services Administration. അതായത് ഇപ്പൊ പേഷ്യൻസിന് ഒരു ആംബുലൻസ് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പേഷ്യൻസിന് ആംബുലൻസ് ആവശ്യമാണെങ്കിൽ അറേഞ്ച്മെന്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ വിത്ത് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അതായത് സാമൂഹിക സേവനങ്ങളുമായിട്ടുള്ള ആംബുലൻസുകളും അതിനുവേണ്ടി നമുക്ക് സജ്ജീകരിക്കാവുന്നത്. അതായത് ഹോസ്പിറ്റലിൽ അല്ലാതെ തന്നെ ആംബുലൻസുകളില്ലേ, എവിടെന്നൊക്കെയാണ് ആംബുലൻസുകൾ? ഇപ്പോ ചില എന്താണ് ഓരോ ഫൗണ്ടേഷൻസിലേക്ക് ആംബുലൻസ് ഉണ്ടാകാം ഇല്ലേ, സാമൂഹികപരമായിട്ടുള്ള ആംബുലൻസുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? ഏതൊക്കെയാണ്? സൊസൈറ്റി റിലേറ്റഡ് മീൻസ് സമൂഹപരമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് അല്ല, മറിച്ച് പുറമേ നിന്നുള്ള ആംബുലൻസുകളൊക്കെ കാരുണ്യ, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ചാരിറ്റി ഇതായിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസുകളും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. Make sure that the necessary equipment is gathered to provide care in course of സേവാഭാരതി അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെയുള്ള ആംബുലൻസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ആംബുലൻസിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞില്ല എക്യുപ്മെന്റ്സുകൾ ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും ജസ്റ്റ് അത് കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് വൺ ഡോക്യുമെന്റേഷൻ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ ഡോക്യുമെന്റേഷൻ. ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ പരമായിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റേഷൻസ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഡോക്യുമെന്റേഷൻസ് കൊടുത്തിരിക്കണം.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കാം. The authentication of patient transfer is most significant, but often missed as the part of transfer. In the authentication authentication എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആധികാരികത, പ്രോപ്പർ മലയാളം ആധികാരികത എന്നാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞു തരാവേ. അതായത് നമ്മളൊരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫറിൽ ഒരു ആധികാരികത ഉണ്ടായിരിക്കണമെന്ന്. അതായത് നമ്മൾ പറഞ്ഞില്ല, അത്രയും പെർഫെക്റ്റോടുകൂടി ഇപ്പൊ പ്രീഫിൽഡ് സിറഞ്ച് പോലെ നമ്മൾ കരുതിയിരിക്കണം അല്ലെ. അപ്പൊ അത്രയും പ്രോപ്പർ ആയിട്ടുള്ള വെൽ പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബട്ട് ഓഫൻ മിസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. പക്ഷെ ചില സമയങ്ങളിൽ പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ആധികാരികതയൊക്കെ നഷ്ടപ്പെടാറുണ്ടെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നേക്കാമെന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ, വെൽ പ്ലാനഡ് ആയിട്ട് എക്യുപ്മെന്റ്സുകൾ കരുതുക, പ്രീഫീൽഡ് സിറഞ്ചസ് കരുതിയിരിക്കണം അല്ലെ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ അത് പ്ലാൻ ചെയ്യുവാൻ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ആധികാരികത എല്ലാം നഷ്ടപ്പെട്ടേക്കാം. അതായത് എന്തെങ്കിലും കുറവുകളൊക്കെ വന്നേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുപോലെ സിറഞ്ച് റീഫിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണോ? ആധികാരികത ഉണ്ടായിരിക്കണം. അതായത് വെൽ പ്ലാനഡ്, അത്രയും നമ്മള് സ്ട്രക്ചർ, അത്രയും നമ്മൾ കുറച്ചും കൂടി പ്ലാനോട് കൂടിയിട്ടായിരിക്കണം ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. The authentication should be always obvious at all stages of transfer. Obvious എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ ടൈമിലും എല്ലാം വ്യക്തമായിരിക്കണം. ഒബീവിയസ് വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഓരോ കാര്യങ്ങളും വ്യക്തത ഉണ്ടായിരിക്കണം. Since it was only legal report that the patient was transferred, it must consist of. അപ്പോൾ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാം വ്യക്തമായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതൊരു ലീഗൽ റിപ്പോർട്ടാണ് അല്ലെ. അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു നിയമ റിപ്പോർട്ടാണ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണത്. Then it must consist ഈ നിയമ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കേണ്ടത്? Okay, consist of patient condition, then reason to transfer, name and designation of referring, receiving clinicians, details and status of important signs before the transfer. ഇതൊക്കെയാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ. അപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? Then reason to transfer, എന്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. ചാപ്റ്റർ തീരട്ടെ, ധൃതി പിടിക്കല്ലേ. ഓക്കെ, അപ്പോ നോക്കാം എന്തൊക്കെയാണ് അതിൽ വേണ്ടത്. പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അല്ലെ, എന്താണോ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടീഷൻ പേഷ്യന്റിന്റെ. Then reason to transfer, എന്തുകൊണ്ടാണ് ആ ഒരു നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. Then name and designation of referring and receiving clinicians, നമ്മള് മറ്റേ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പേര്, സ്ഥലം. Then referring and receiving clinicians, നമ്മൾ അവിടെ റെഫർ ചെയ്യുന്ന ഡോക്ടറിന്റെ പേര്. Then details and status of important signs, അതായത് പേഷ്യൻസിന്റെ അടയാളങ്ങള്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കണോ ട്രാൻസ്ഫറിന് മുന്നേ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ കാണിക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക. Then clinical events during transfer and treatment given, അതോടൊപ്പം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലുള്ള ചികിത്സ ഇവന്റ്സുകൾ, മീൻസ് ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഇരിക്കണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? അതായത് ഒരു നിയമ റിപ്പോർട്ടാണ് അത് അല്ലെ. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് ഒരു റിപ്പോർട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ റിപ്പോർട്ടില് പേഷ്യൻസിന്റെ കണ്ടീഷൻ ഉണ്ടായിരിക്കുക, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഹോസ്പിറ്റലിന്റെ പേര്, ഹോസ്പിറ്റലിന്റെ പ്ലേസ്, ദെൻ റീസൺ, എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഡോക്ടറിന്റെ പേര്, ദെൻ ആ ടൈമിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇമ്പോർട്ടന്റ് സയൻസുകൾ, അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കാം. Then മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് sustained both for intra and inter hospital transfer. Intra transfer ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഫർ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി? കേട്ടിട്ടുണ്ടോ?
ഇത്രയും വലിയ വാക്ക് കേട്ടപ്പോ മനസ്സിലായി കാണില്ലേ അല്ലെ? എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി? ഒന്നുമില്ല, സാക്ഷ്യപത്രം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് കൺസേൺ എന്ന് പറയില്ലേ, കൺസേൺ ഫോം എന്ന് പറയില്ലേ, അത് തന്നെ. ഓക്കെ, സാക്ഷ്യപത്രം നമ്മള് കൃത്യമായിട്ടും വേണം. നമ്മള് ഇൻട്രാ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. These legal papers should be used for audit purpose for investigating the defects in the patient transfer. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഓഡിറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സാക്ഷ്യപത്രം നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതായത് പേഷ്യൻസിന് ഓഡിറ്റ് ഒക്കെ ചെയ്യുമല്ലോ ഹോസ്പിറ്റലിൽ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാക്ഷ്യപത്രം ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് വന്ന് നോക്കാം കേട്ടോ. There should be an official handovering at receiving facility between transferring team. The receiving team who include the doctor and nurses. അല്ലെ, അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ഓവർ ആണ് അല്ലെ. പേഷ്യന്റ് നമ്മള് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കുക. ദെൻ ആരൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ പേഷ്യന്റിനെ സ്വീകരിക്കുക? ഡോക്ടറും ഡോക്ടേഴ്സും നഴ്സുമാണ് ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. The different report of clinical investigation and diagnostic studies should be transferred to acquiring team. Then അതുവരെയുള്ള പേഷ്യൻസിന്റെ ചികിത്സാപരമായിട്ടുള്ള അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളും then ടെസ്റ്റുകൾ, ഇപ്പോ ECG അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളോ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളും ബാക്കി നമ്മൾ അതുവരെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളുടെ റിപ്പോർട്ടുകളും അക്യൂറിംഗ് ടീം നമ്മൾ കൈമാറുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ നഴ്സിനും ഡോക്ടേഴ്സിനും കൈമാറുക. പേഷ്യൻസിന്റെ അതുവരെയുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഡോക്യുമെന്റ്സുകൾ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുന്ന ഒരു നഴ്സസിനും ഡോക്ടേഴ്സിനും കൈമാറുക. ഓക്കെ, ഇത്രയുള്ള ഡോക്യുമെന്റേഷൻസിൽ പറയുന്നത്. ഒന്ന് 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഡോക്യുമെന്റേഷൻ? ക്ലിയർ ആണോ? ഡോക്യുമെന്റേഷൻ കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ടൊക്കെ ആണോ? നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ അത്യാവശ്യം കുറച്ച് പുതിയ മെഡിക്കൽ ടേമുകളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചോ? അല്ലെങ്കിൽ ഞാനാണോ പഠിച്ചത്, നിങ്ങളാണോ പഠിച്ചോ? പുതിയ കുറച്ച് മെഡിക്കൽ ടേമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? പരിചയപ്പെട്ടെന്ന് പറയാം, പഠിച്ചെന്ന് പറയണ്ട അല്ലെ? ഓക്കെ, അപ്പോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എങ്ങനെയുണ്ടായിരുന്നു? ചാപ്റ്റർ ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആണോ? ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പറയാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പോകുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഇനി കുറച്ച് ക്ലാസ് ഒക്കെ മിസ് ആയിട്ടുള്ളവരൊക്കെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ്. പേഷ്യൻസിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണ് അല്ലെ? പേഷ്യൻസിന് വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതാണ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ ഇതൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെഫിനേഷൻ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഡെഫിനേഷൻ മാർക്ക് ചെയ്ത് പഠിക്കണം. Transfer is defined as preparing patient, completing requisite records and shifting patient to another department within the hospital or to another hospital or home. അല്ലെ?
രോഗിയുടെ അഭ്യർത്ഥന രേഖകളൊക്കെ തയ്യാറാക്കുകയും പേഷ്യൻസിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് പർപ്പസ് ആണ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഉദ്ദേശങ്ങൾ നെസസറി ഡയഗ്നോസ്റ്റിക്കിന്, ട്രീറ്റ്മെന്റിന്, സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ, വെൽ ഡെവലപ്ഡ് കെയർ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് അല്ലെ. അപ്പൊ അതിൽ ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ വെച്ച് പഠിക്കാം നിങ്ങള്, അപ്പൊ നമുക്കത് മാറിപ്പോകില്ല. ഇന്റേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. ആ ഒരു രീതിയിൽ വെച്ച് പഠിക്കണേ. ഇന്റേണൽ, അപ്പോ ഇന്റേണൽ എക്സാമ്പിള് ഫ്രം ജനറൽ വാർഡ് ടു ICU. എക്സാമിന് ആ ഒരു രീതിയിൽ ചോദിക്കുള്ളൂ. ഫ്രം ജനറൽ വാർഡ് ടു ICU വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഉള്ളിലുള്ളത് തന്നെയാണ് ജനറൽ വാർഡിൽ നിന്നും ICUലോട്ട് മാറ്റുന്നതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് അല്ലെ. എക്സാമ്പിൾ നോക്കുക, എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ പഠിക്കുമ്പോ. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റേഴ്സ്. മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. എങ്ങനെയാണ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ ഫെസിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാര്യങ്ങളാണ്, പോയിന്റുകളാണ്. നിങ്ങൾ ആ പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കാം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എക്യുപ്മെന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. എക്യുപ്മെന്റ്സുകൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വേണ്ടത് എക്യുപ്മെന്റ്സുകൾ. ദെൻ എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റി. പുതിയൊരു വിപുലീകരണത്തോടു കൂടി ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നഴ്സിംഗ് സമ്മറിയിൽ ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ ഡിസിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസിഷൻ ചെയ്യുമ്പോൾ, അതായത് തീരുമാനമെടുക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ. ദെൻ അതില് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ഈസ് ദ പേഷ്യന്റ് ഡിസൈഡഡ് ബൈ സീനിയർ കൺസൾട്ടന്റ്. ഓക്കെ, ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് തീരുമാനമെടുക്കുന്നത് അവിടുത്തെ സീനിയർ കൺസൾട്ടന്റ് ആയിരിക്കും. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് പോകാൻ വായിക്കുമ്പോ. ദെൻ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ABCD തിരിച്ചിട്ടുണ്ട് അല്ലെ. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് അല്ലെ. അപ്പോ ബ്രീത്തിങ്ങിൽ അല്ല, ഡിസബിലിറ്റിയിൽ നമ്മൾ GCS പറഞ്ഞു. ഫുൾ ഫോം എന്തായിരുന്നു GCS? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രീവിയസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് പറഞ്ഞത്, ഗ്രൗണ്ട് ട്രാൻസ്ഫറും എയർ ട്രാൻസ്പോർട്ടും. ഗ്രൗണ്ടിൽ നമ്മൾ 3 ടൈപ്പ് ആംബുലൻസ് ആണ് പഠിച്ചത്. ബേസിക് ലൈഫ്, അഡ്വാൻസ്ഡ് ലൈഫ്, MICU. ബേസിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്, ലൈഫ് വിതൗട്ട് ലൈഫ് ത്രെട്ടനിങ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പേഷ്യൻസ് ആണ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോട്രയാക്കൽ ട്യൂബും അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. ദെൻ MICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഡെവലപ്ഡ് കൺട്രീസിലാണ് അത് ഉപയോഗിച്ചു വരുന്നത്. ദെൻ എയർ ട്രാൻസ്പോർട്ട് ആണ് പറഞ്ഞത്. അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് സ്വിഫ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആണ്. കുറച്ചും കൂടി ഏറ്റവും എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ട്രോമ, സെർവർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, സ്ട്രോക്ക് തുടങ്ങിയവയ്ക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. പിന്നെ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളത് അതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. ദെൻ അക്കമ്പനിങ് പേഷ്യന്റ്. അപ്പോൾ 4 ലെവൽസ് ആണ്, 0, 1, 2 and 3. 0 എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ലെവൽ 1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ കേട്ടോ. പേഷ്യന്റ് ഹു ആർ ഡിക്റ്റേറ്ററിംഗ്, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ലെവൽ 1 വരുമ്പോൾ. ഓക്കെ, വായിക്കുമ്പോ ടെക്സ്റ്റിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ. ദെൻ ലെവൽ 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ഓർഗൻ ഫെയിലിയർ ആണ്. 2 എന്ന് പറയുമ്പോൾ 2 ഓർഗൻസ് എന്ന് പറയരുത് കേട്ടോ, അത് നമ്മള് കറക്റ്റ് എന്താ പറയാ കൺഫ്യൂഷൻ ആക്കും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയണത്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓർഗൻ ആണ്.
ഓക്കെ. ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസുകൾ. എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ്. അതിൽ നമ്മൾ പറഞ്ഞു 1ലും 2ലും 3ലും വരുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡ്രഗ്സുകളും മെഡിസിൻസുകളും ലഭ്യമായിരിക്കണം. ദെൻ ഡ്രഗ്സ്, എന്തൊക്കെ ഡ്രഗ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ദ ഡ്രഗ് റിക്വയർഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻവോൾവ് മസിൽ റിലാക്സൻസ്, സെഡേറ്റീവ്, അനലജസിക്, ഐനോട്രോപ്സ്, റെസോസിയേഷൻ ഡ്രഗ്സ്. മെഡിസിൻസിന്റെ പേരുകൾ ഒന്ന് ഓർത്തിരിക്കാട്ടോ. Then the minimal standard of inspection suggested for patient transfer include എന്തൊക്കെയാണ് നമ്മൾ ഒരു മിനിമൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയായിരുന്നു? ECG, electrocardiogram inspection, blood pressure, oxygen saturation and temperature. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. മിനിമൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. Then നമ്മൾ എക്യുപ്മെന്റ് കൃത്യമായിട്ട് വെക്കുക. സ്പെഷ്യൽ കൺസിഡറേഷൻ ടെസ്റ്റ് നമ്മൾ സാമൂഹിക ആംബുലൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു. ഡോക്യുമെന്റേഷൻസിൽ നമ്മൾ പറഞ്ഞു സിഗ്നിഫിക്കന്റ് ഒരു ആധികാരികത എപ്പോഴും ആവശ്യമാണ്. ദെൻ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ഇന്ററിനും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിനും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് മണി ഉണ്ടായിരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടി നല്ല രീതിക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു 50% നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ ആണോ എല്ലാവരും? നമ്മളുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മള് ഡോക്യുമെന്റേഷൻസിൽ എന്ത് പറ്റി? ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ, അതായത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകണയാണ്. സോ അവര് തമ്മിൽ എന്താ പറയാ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ആയിരിക്കണം. ദെൻ അവർ സ്വീകരിക്കേണ്ടത്, മറ്റൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പേഷ്യന്റിനെ സ്വീകരിക്കേണ്ടത് ഡോക്ടേഴ്സും നഴ്സസും ആയിരിക്കണം. ദെൻ സ്വീകരിക്കുമ്പോൾ അതുവരെ നമ്മൾ ആ പേഷ്യന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റ്സുകളും ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ അവർക്ക് കൈമാറുക. സ്വീകരിക്കുന്ന നഴ്സ് ഉണ്ടാകുമല്ലോ, അവർക്ക് കൈമാറുക ഡോക്യുമെന്റ്സ്. ക്ലിയർ ആണോ? പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സിമ്പിൾ അല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇവിടെ നമുക്ക് അധികം മെഡിക്കൽ ടൈമുകളൊന്നും വരുന്നില്ല. നമുക്ക് കുറെ അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളും ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, വേറെ മെഡിക്കൽ ടൈമുകളൊന്നും വരുന്നില്ല. നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ ബോറിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകാം. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അല്ലെ, നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോ തോന്നി ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ തുടങ്ങിയപ്പോ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ലേ? കുറച്ച് പേർക്ക് തോന്നിക്കാണല്ലോ അല്ലെ? പക്ഷെ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയില്ലേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് നിങ്ങൾ അറിയാതെ തന്നെ ചാപ്റ്റർ തീർന്നു ഇല്ലേ? സ്മൂത്ത് ആയിട്ട് പോയി. ഓക്കെ, ദെൻ നോക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ റോൾ ആർക്കാണ്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ മുഖ്യ താരം അല്ലെ, അല്ലെങ്കിൽ മെയിൻ റോൾ എന്ന് പറയുന്നത് ആരാണ്? പബ്ലിക് ആണ്. പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഷ്യൻസ് അടക്കം പേഷ്യന്റ് തന്നെ അല്ലെ. ഡോക്ടർക്ക് റോൾ ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഡോക്ടറും നേഴ്സും മാത്രമായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വർക്കിംഗ് ആണോ? അല്ല അല്ലെ. അവിടെ മറിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ്? പേഷ്യൻസിനാണ്. പേഷ്യൻസിനെ തന്നെയാണ് ഈ പബ്ലിക് എന്ന് പറയുന്നത് അല്ലെ. ജനങ്ങളാണ്, പബ്ലിക് ആണ്. അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിലേ ഹോസ്പിറ്റൽ റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമ്മൾ പേഷ്യൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. റിലേഷൻസ്, പബ്ലിക് റിലേഷൻസ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ഓക്കെ, ആരാണ് ആ വ്യക്തി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇല്ല, പരിചയം ഉണ്ടാ നോക്കാം.
എഡ്വേർഡ് ബെർണൈസ് കേട്ടിട്ടുണ്ടോ പേര്? ആർക്കെങ്കിലും പരിചയമുണ്ടോ? എഡ്വേർഡ് ബെർണൈസ് പേരുകളെ പരിചിതമാണോ? അറിയാം. ഓക്കെ. ലിജി എവിടെയാണ് കേട്ടിരിക്കുന്നത്? ലിജിക്ക് മാത്രം പരിചയമുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് പേർക്കുണ്ടല്ലേ? ഓക്കെ. ലിജി എവിടെയാണ് കേട്ടിരിക്കുന്നത് എഡ്വേർഡ് ബെർണൈസിനെ? എനിക്ക് കേട്ടിട്ടില്ല എന്ന് പറയോ ഞാൻ ചോദിച്ചാർന്ന? എഡ്വേർഡ് ബെർണൈസ് പരിചയമൊന്നുമില്ല. ഓക്കെ, നോക്കാം. നമുക്ക് പരിചയപ്പെടാം. ആരാണെന്ന് നോക്കാം. മാർക്കറ്റിംഗിൽ ഓക്കെ മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. Who was Edward Bernays? 1891 to 1995 അല്ലെ? അപ്പോ 1891 അദ്ദേഹം ജനിച്ചത്. Then 1995 മരിച്ചു. 104 വയസ്സായിരുന്നു. Then അങ്കിൾ സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ട്. ഹാരോൺ. ഓക്കെ. എവിടെയാണ് കേട്ടിരിക്കുന്നത്? സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സൈക്കോളജിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ കുറെ തിയറികളൊക്കെ വരുന്നുണ്ട് അല്ലെ? അപ്പോ അത് അദ്ദേഹത്തിന്റെ അങ്കിളാണ് അല്ലെ, അമ്മാവനായിട്ട് വരുന്ന പറയുന്നത്. നോക്കാം. ഇനി നമുക്ക് എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഞാൻ വായിക്കാം കേട്ടോ. കുറച്ച് അത്യാവശ്യം വായിക്കാൻ പറ്റുമല്ലോ. പ്രിന്റ് എങ്ങനെയാ? ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആണോ? ഓക്കെ, നോക്കാം. എഡ്വേർഡ് ബെർണൈസ്, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. ഓക്കെ, പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഇനി ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരായിരുന്നു? എഡ്വേർഡ് ബെർണൈസ്. ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് സ്റ്റാർ മാർക്ക് പോലെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എഡ്വേർഡ് ബെർണൈസ് ആണ്. കോയിൻഡ് പബ്ലിക് റിലേഷൻ കൗൺസിലർ, അതായത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പബ്ലിക് റിലേഷൻ കൗൺസിലർ എന്നാണ്. Then ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. Wrote the first PR book crystallizing public opinion. അപ്പോ അദ്ദേഹം പബ്ലിക് റിലേഷനെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ബുക്കിന്റെ പേര് ചോദിക്കാം, ബുക്കിന്റെ പേര് ചോദിച്ചിട്ട് ഓതറിന്റെ പേര് ചോദിക്കാം. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ വായിക്കുന്നത് പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, പറയണോ? ഓക്കെ. അതായത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഒട്ടും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ടെക്സ്റ്റില് ബോക്സ് ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ? അത്യാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നും നിങ്ങൾ തന്നെ എഴുതി വെക്കാം കേട്ടോ. പ്രിന്റിൽ ക്ലിയർ അല്ലാന്ന്. ഓക്കെ, മങ്ങലുണ്ട്, ചെറിയ മങ്ങലുണ്ട്. ഓക്കെ, അത് എഴുതി വെച്ചേക്കും നിങ്ങൾ തന്നെ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് എന്നറിയപ്പെടുന്നതാണ് എഡ്വേർഡ് ബെർണൈസ്. Then coined പബ്ലിക് റിലേഷൻ കൗൺസിൽ, പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. Then അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പബ്ലിക് റിലേഷനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് തയ്യാറാക്കി. ഓക്കെ, ബുക്കിന്റെ പേരാണ് എന്താ? അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ബോക്സ് കംപ്ലീറ്റ് പഠിക്കാം. Then taught first PR course of ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. അപ്പോ അദ്ദേഹം ഫസ്റ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ PR കോഴ്സ് ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ PR കോഴ്സ്. അപ്പോ ആ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് അന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം പഠിച്ച് അതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു ബുക്ക് തയ്യാറാക്കി. ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ. Then first to call himself PR professional. അദ്ദേഹത്തെ തന്നെ സ്വയം വിളിക്കുന്നത് എന്താണ്? PR പ്രൊഫഷണൽ എന്നാണ്. PR പബ്ലിക് റിലേഷൻ പ്രൊഫഷണൽ എന്നാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയൊരു 3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഒന്നാമത് എന്താണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണൈസ് ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. Then PR കോഴ്സ് അദ്ദേഹം ചെയ്തത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ PR കോഴ്സ് ചെയ്തു. ഫസ്റ്റ് കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. ഓക്കെ, ക്ലിയർ ആണോ? 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്രധാനമായിട്ടും. ഫാദർ ഓഫ് പബ്ലിക് റിലേഷനും അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് ഒരു ഡെഫിനേഷൻ ആണ്, വേറൊരു വ്യക്തിയുടെ ഡെഫിനേഷൻ ആണ്. പബ്ലിക് റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. Public relation means knowing what the people hopes for and explaining how administration is satisfying these desires. നിങ്ങൾ മാർക്കറ്റിംഗിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് പഠിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം, അല്ലെ? ജോൺ മില്ലറ്റ് എന്ന ഒരു വ്യക്തിയുടെ ഡെഫിനേഷൻ ആണ് പറയുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. അതായത് പബ്ലിക് അല്ലെ, പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെ സാറ്റിസ്ഫൈഡ് ചെയ്യാം, അല്ലെ, എങ്ങനെ തൃപ്തമാക്കാമെന്നും വിശദീകരിക്കുന്നതാണ് പബ്ലിക് റിലേഷൻ. എന്തായിരുന്നു? വാട്ട് ദ പബ്ലിക് ഹോപ്സ്. പീപ്പിൾ അല്ല, പബ്ലിക്. അങ്ങനെയല്ല, ടെക്സ്റ്റിൽ വ്യത്യാസം ഉണ്ടോ? Public relation means knowing what the public hopes. Okay. അതായത് പൊതുജനങ്ങള്, അതായത് നമ്മള് പബ്ലിക് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച്, പബ്ലിക്കിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെ, അതിനെ പബ്ലിക്കിനെ സാറ്റിസ്ഫൈഡ് ആക്കാവുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുവോ അത് സാധിച്ചു കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം, ഒറ്റ വാക്കിൽ പറയാം, അല്ലെ? ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ, ഭരണകൂടം നടത്തിക്കൊടുക്കുക, അല്ലെ, സാറ്റിസ്ഫൈ ചെയ്തത് എങ്ങനെയെന്നും എന്നാണ് വിശദമാക്കുന്നതാണ് പബ്ലിക് റിലേഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു കോട്ടാണ്. കോട്ട് ഓർത്തിരിക്കുക കേട്ടോ, കാരണം ഒരു എക്സാമിന് ചിലപ്പോൾ ഈ കോട്ട് തന്നിട്ട് പേര് ചോദിക്കും. ജോൺ മില്ലറ്റ് ആണ് ഈ ഒരു കോട്ട് തയ്യാറാക്കിയത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, അല്ലെ? ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് ഓർക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങള്, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ദെൻ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലെ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. എടുത്തതിനെ ക്ലിയർ ആണോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത് ഡൗട്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ദെൻ സ്പീഡൊക്കെ ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.